Praise the Lord. Greetings to you all in the blessed name of Lord and Savior Jesus. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ അല്പനിമിഷങ്ങൾ ദൈവവചനം ഒരുമിച്ച് ചിന്തിക്കാൻ പോവുകയാണ്. Now I request all your undivided attention for few minutes. എല്ലാവരുടെയും ശ്രദ്ധ അല്പനിമിഷങ്ങൾ ദൈവവചനത്തിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. ഞാൻ സത്യത്തിൽ ഒരു 2 മെസ്സേജുകൾ ഇന്നിവിടെ പറയാൻ എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നെങ്കിൽ ഇന്ന് രാവിലെ സമയം എഴുന്നേറ്റിരിക്കുമ്പോൾ വീണ്ടും ഈ മെസ്സേജ് എൻ്റെ ഹൃദയത്തിലേക്ക് ദൈവം തന്നതുകൊണ്ട് ഞാൻ നിങ്ങളുമായി ഇത് പങ്കിടുവാൻ താല്പര്യപ്പെടുകയാണ്. There were 2 messages that I had prepared to actually deliver today, but today morning God spoke to my heart, and therefore there is one specific one that I'd like to focus on. ഇന്ന് പകലിൽ ആരെങ്കിലും എനിക്ക് വേണ്ടി ആര് കരുതും, എൻ്റെ കുടുംബത്തിന് വേണ്ടി ആര് കരുതുമെന്ന് ചോദിച്ചു വന്നിരിക്കുന്നവരുണ്ടെങ്കിൽ ദൈവം ഒരു മറുപടി തന്ന് നിങ്ങളെ മടക്കി വിടാൻ പോകുകയാണ്. So if today morning, if any of you are within your heart, who is going to be concerned about me, if that's the question that is raising up, I just want to let you know that God is concerned about you. ഒരുപക്ഷെങ്കിൽ ഫിസിക്കൽ പ്രസൻസ് നിങ്ങളുടേത് ഇവിടെ ഉണ്ടെങ്കിലും, even though there is your physical presence in here, നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങളുടെ ഭവനത്തിലോ മറ്റൊരു സ്ഥലത്തിലോ ആണെങ്കിലും അത് പരിഹരിക്കാൻ ഇന്നു പകൽ ദൈവത്തിനാവും. And even though your problems are at another place, God here today can answer those problems for you. അത് ഒരുപക്ഷെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആരെക്കുറിച്ചെങ്കിലും ആവാം. It might be a concern with regards to somebody in your family. അത് ഒരുപക്ഷെങ്കിൽ നിങ്ങളുടെ തലമുറകളെ കുറിച്ചുള്ളതാവാം. It might be concerned with regards to your children. എന്നാൽ ഇന്ന് പകലിൽ ദൈവം ചില വിഷയങ്ങളെ തൊടാൻ പോകുകയാണ്. But today morning God is going to touch certain issues in our life. ദൈവം കരുതുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ ഭവനത്തിലുള്ളവർക്കായും ദൈവം കരുതും. God is concerned about not only just us but also our family as well. ഇന്ന് പകൽക്കാലം അത് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? How many of you believe this today morning? ദൈവം എനിക്ക് വേണ്ടി മാത്രമല്ല കരുതുന്നത്, എൻ്റെ ഭവനത്തിലുള്ളവർക്ക് വേണ്ടിയും ദൈവം കരുതും. God is not only concerned about just us but also people who are in our family. ഇന്ന് ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഭവനത്തിൽ ചില വിടുതലുകൾ നടക്കുമെന്ന് ഉറപ്പോടെ വിശ്വസിക്കുന്നവർ ദൈവമക്കൾ ചേർന്ന് ഒരു ആമേൻ പറയാമോ? When I pray today morning, God is going to touch my house and the people in them. How many of you believe this? Raise your hands and praise God. ഇന്ന് പകൽക്കാലം ദൈവം ചില വിഷയങ്ങളുടെ അകത്ത് പ്രവർത്തിക്കാൻ പോകുകയാണ്. Today morning God is going to act on those issues for you. എനിക്കറിയാം ഈ വചനത്തിലൂടെ ദൈവം ചില പ്രവർത്തികൾ ചെയ്യുമെന്ന് എനിക്കറിയാം. I am confident that God is going to act through the word of God എൻ്റെ today. ഹൃദയത്തോട് സംസാരിച്ചുകൊണ്ടിരുന്ന വചനമാണ് ഞാൻ നിങ്ങളോട് പങ്കിടുന്നത്. The word that I'm sharing today is the word that he has dealt with my heart. ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത വിഷയം നിന്റെ കുടുംബത്തിലുള്ളത് ദൈവം പരിഹരിക്കും. The problems that nobody else can solve, God can do it for you. നിന്റെ തലമുറയുടെ വിഷയം ദൈവം പരിഹരിക്കും. Your children's concerns can be taken care of by God. സ്വർഗ്ഗത്തിലെ ദൈവം സർവശക്തനായ ദൈവമാണ്. God in heaven is definitely almighty. ദൈവിക കരുതൽ നമുക്ക് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിനുമുണ്ട്. His concern with regards to us is not just with us but also for our family as well. ഇന്ന് ദൈവവചനം അതാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത്. Today as a church we are going to focus on this particular aspect today. അതിനുവേണ്ടി അറിയാവുന്ന ഒരു വചനഭാഗം വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. Let us read a verse from the Bible that we are all familiar with. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. Exodus chapter 16 verse 16. മലയാളത്തിൽ അത് വായിക്കണം. അപ്പോൾ തന്നെ ഞാൻ ഇംഗ്ലീഷിൽ വായിച്ചോളാം. 16-ാം വാക്യം ഞാൻ ഇംഗ്ലീഷ് വായിച്ചിട്ട് നിങ്ങൾ മലയാളത്തിൽ വായിച്ചാൽ എന്നെ സഹായിക്കണം. This is what the Lord has commanded. Gather of it, each one of you, as much as he can eat. You shall each take an omer according to the number of the persons that each of you has in his tent. ഓരോരുത്തന് ഭക്ഷിക്കാകുന്നിടത്തോളം പെറുക്കിക്കൊള്ളുവീൻ. താൻ്റെ കൂടാരത്തിലുള്ളവരുടെ എണ്ണത്തിനൊത്തവണ്ണം ആളൊന്നിന് ഇടങ്ങഴി വീതം എടുത്തുകൊള്ളണം എന്ന് യഹോവ കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. Gather of it every man according to his eating, and omer for every man according to the number of your persons. Take ye every man for them which are his tents. ബൈബിൾ ഉള്ളവർ ഒന്ന് എടുക്കുക, അല്ലെങ്കിൽ ഇതേലൊന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങളൂടി എന്നോട് ഒന്ന് പറഞ്ഞു തരണം. ഞാൻ എൻ്റെ ESV വേർഷനാണ്. ഇതിൻ്റെ അകത്തും എനിക്കൊന്ന് ESV തന്നെ, ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ടാണ് ഞാൻ കണ്ട ഒരു ഭാഗം. നിങ്ങളൊരു ഉത്തരം എന്നോടൊന്ന് പറയണേ. എനിക്കത് ഒന്ന് നിങ്ങളോട് കൂടി ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ അത് ചേഞ്ച് ഉണ്ടാവുമെന്ന് പറയത്തില്ല. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഇൻ ഇംഗ്ലീഷ്, ദിസ് ഈസ് വാട്ട് ദ ലോർഡ് ഹാസ് കമാൻഡഡ്, ഗാദർ ഓഫ് ഇറ്റ് ഈച്ച് വൺ ഓഫ് യു ആസ് മച്ച് ആസ് ഹീ ക്യാൻ ഈറ്റ്. അത് കഴിഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ആണോ എന്ന് പറഞ്ഞാൽ അത് തീരുന്നതല്ലേ, അതിൻ്റെ ഫുൾ സ്റ്റോപ്പ് അല്ലേ, നിർത്തിയിരിക്കുന്നതല്ലേ, അത് തീർന്നിട്ടില്ലേ. നെക്സ്റ്റ് ഒന്ന് നോക്കിയേ. യു ഷാൽ ഈച്ച് ടേക്ക് ആൻ omer according to the number of the persons
that each of you has in his tent. അപ്പോൾ ഇത് രണ്ടാണോ ഒന്നിച്ചാണോ ഇരിക്കുന്നത്? രണ്ട് വാക്കായിട്ടാണോ? Is it one verse or is it two separate verses? രണ്ടായിട്ടല്ലേ ഇരിക്കുന്നേ? ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞപ്പോഴേ. It is two separate sentences. അപ്പോൾ ഇതിൽ ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ കണ്ട ഒരു കാര്യം പറയാം. മലയാളത്തിൽ ഇങ്ങനെയാണ്: ഓരോരുത്തന് ഭക്ഷിക്കാവുന്നിടത്തോളം പെറുക്കിക്കൊള്ളുവീൻ. This is what I have read and understood from Malayalam. For each one of you who can eat, as much as you can eat, eat. ഓരോരുത്തന്, ദാറ്റ് മീൻസ് പറക്കുന്നവന് തൃപ്തിയാകോളം, അല്ലേ? So what it means is for everyone who's gathering until his fill is done. ഈ പെറുക്കുന്നവന് അല്ലെങ്കിൽ ഇത് ഗ്യാദർ ചെയ്യുന്നവന്, ഇത് ഇറങ്ങി പറക്കുന്നവന് എത്രയും കഴിക്കാമെന്നാ പറഞ്ഞേ? As much as you want. എത്രയെന്നാ പറഞ്ഞേ? ഭക്ഷിക്കാവുന്നിടത്തോ അളവെന്ന് പറഞ്ഞുതരാമോ? Once again, just to reiterate, how much can they gather? How much can the one who's gathering gather? ഭക്ഷിക്കാവുന്നിടത്തോളം എത്ര ഒന്ന് പറയാമോ? To gather as much as he can? പറയാമോ? ഭക്ഷിക്കാവുന്നിടത്തോളം എന്ന് പറഞ്ഞാൽ എത്ര? ഇടം കഴിയാണോ? To gather as much as he can fill his stomach by eating. എത്രയോ? നിങ്ങളെല്ലാം വയറ് നിറഞ്ഞിരിക്കുമെന്ന് തോന്നുന്നു. ഭക്ഷിക്കാവുന്നിടത്തോളം പെറുക്കിക്കൊള്ളുവീൻ. So as much as you can fill up by eating your stomach, in your stomach, you can gather. എന്നാൽ ഇത് ഭക്ഷിക്കാൻ ഇത് ആർക്കാ പറഞ്ഞേക്കുന്നതെന്നറിയോ? പെറുക്കുന്നവർക്കല്ലേ, കളക്ട് ചെയ്യുന്നവർക്കല്ലേ ഇത് പറഞ്ഞേക്കുന്നേ. And to whom is this instruction given? It is given to those who are gathering. രാവിലെ ഇത് പറക്കാതെ കുറച്ച് പേര് വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. There are some people who are not gathering it and they are sleeping it in their tents. അവർക്ക് വേണ്ടി എത്രയാ കൊണ്ടുപോകാൻ പറഞ്ഞേ? അളവ് വല്ലതും ഉണ്ടോ? ഉണ്ട്. നിങ്ങൾക്ക് എത്രയാ വേണ്ടിയത്? ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനത്തിലിരിക്കുന്ന ദൈവമക്കളെ, അതിന് മുമ്പിലിരിക്കുന്നവരെ, നിനക്ക് വയറ് നിറവോളം തരാൻ എൻ്റെ ദൈവം സർവശക്തനാണ്. So what is given in the word of God is that you can when you're gathering, you can gather as much as you think you can eat, but when you're gathering for somebody else, you're to gather a specific quantity, which is 1 omer. So today morning, how much ever you think you can have your fill, you can eat from the word of God today. പെറുക്കുവാൻ നേരിട്ട് ഒരുത്തൻ കരങ്ങൾ വച്ചാൽ, ഒരുത്തൻ നാവുകൾ വച്ചാൽ, അതിന് അളവില്ലാതെ അവന് വേണ്ടുവോളം ദൈവം നൽകാനിടയാവും. So when you're set out to gather for yourself, you can gather as much as you think you would need. എന്നാൽ പെറുക്കാതെ ഇരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന് കിട്ടുന്നതിന് പലതും അളവുണ്ട്. But when you don't gather it by yourself, there is a certain quantity that's allotted to you. എൻ്റെ ഹൃദയത്തിൽ സന്തോഷം തന്ന ഒരു കാര്യം പറയാം. ആരാധനയ്ക്ക് വന്നിരിക്കുന്നവരോട് ഇന്ന് പകലിൽ ഞാൻ പറയട്ടെ, അളവില്ലാത്ത നന്മ തരാൻ കഴിവുള്ള ഒരു ദൈവം ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ ചേർന്ന് ആമേൻ പറയാമോ? So today morning, church, I want to inform you that there is no restriction to how much you can gather and eat from the word of God today. God is definitely more than capable to fill your heart. നിങ്ങൾ ഇന്ന് പകൽക്കാലം ആരാധനയ്ക്ക് ഇവിടെ വന്നത് കൊണ്ട് ചിലത് പോകാനല്ല, തൃപ്തി പ്രാപിക്കുന്ന വണ്ണം, വയറ് നിറയുന്ന വണ്ണം ചിലത് പ്രാപിച്ചുകൊണ്ട് പോകാൻ വന്നിരിക്കുന്നു. So as you're gathered here today morning, it is not to the content of how much, not to a certain quantity, but according to your heart's fill you can have. ആരാധനയ്ക്ക് വന്ന് വയറ് നിറച്ചിട്ട് പോകണമെന്ന് ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? How many of you wish to gather up and fill your heart's content? ആമേൻ എന്ന് പറഞ്ഞു തുറന്നു നോക്കി. Open your mouth and say amen. എനിക്കിന്ന് നിറച്ച് വേണമെന്ന് ആഗ്രഹമുള്ളവരെ ദൈവത്തോടൊന്ന് സ്തോത്രം ചെയ്താട്ടെ. How many of you desire that I want to eat to my heart's content today? പകുതി പോരാ. Today half is not enough. എനിക്കിന്ന് ക്വാർട്ടർ പോരാ. Not a quarter is enough. എനിക്കിന്ന് ഫുള്ളായിട്ട് ദൈവത്തിന്റെ നന്മ എനിക്ക് വേണം. I would like to experience my heart's ദൈവത്തിന്റെ full പ്രവൃത്തി എനിക്ക് content. പൂർണ്ണമായിട്ടൊന്ന് അനുഭവിക്കണം. I'd like to experience God's handiwork to my എന്റെ heart's ശരീരത്തിൽ ദൈവം ഒന്ന് content. തൊട്ടേ പറ്റത്തുള്ളൂ. Today God has to touch my എന്റെ body. കുഞ്ഞിനെ ദൈവം ഒന്ന് തൊട്ടേ പറ്റൂ. Today God has to touch my എന്റെ child. വിഷയത്തിൽ ദൈവം ഒന്ന് തൊട്ടേ പറ്റൂ. Today God has to touch my എനിക്കൊരു problems. പൂർണ്ണമായ വിടുതൽ വേണമെന്ന് ആഗ്രഹമുള്ള ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നതാണ്. I need a complete deliverance നീ today ഇന്ന് morning. പകൽക്കാലം തൃപ്തിയോടെ മടങ്ങാൻ
മടങ്ങാൻ പോകുകയാ. You're going to return with full ഇതുവരെ heart's ഇല്ലാത്ത ഒരു content. സാറ്റിസ്ഫാക്ഷൻ ദൈവം തരാൻ പോവാ. God is going to satisfy you completely. ഇതുവരെ അനുഭവിക്കാത്ത ഒരു വിടുതൽ ദൈവം തരാൻ He's പോകുകയാ. going to give you a deliverance until what you haven't അനേകർക്ക് experienced till ലഭിക്കാത്ത now. സാറ്റിസ്ഫാക്ഷൻ ഇന്ന് പകൽക്കാലം ദൈവം നിനക്ക് തരും. You're going to be satisfied that many of them ദൈവത്തിന്റെ couldn't be. പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം ഇവിടെ ഉണ്ട്. God's Holy Spirit is here. പറക്കാവുന്നിടത്തോളം പറക്കിക്കൊള്ളുക. Gather as much as you can. ഭക്ഷിക്കാവുന്നിടത്തോളം ഇന്ന് പകൽക്കാലം Eat as പറക്കിക്കൊള്ളുക. much as you can. Praise the Lord. ഇതിന്റെ ചരിത്ര പശ്ചാത്തലം, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് രണ്ട് വാക്കുകളിൽ പറഞ്ഞ് മെസ്സേജിലേക്ക് വേഗത്തിൽ ഞാൻ വരാൻ ആഗ്രഹിക്കുകയാണ്. Let me divert back to the message by pointing out a few historical background. ഇസ്രായേൽ മക്കൾ ചെങ്കടലൊക്കെ കടന്ന് മുന്നോട്ട് യാത്ര ചെയ്യുവാനിടയായി. The children of Israel has already crossed the sea and they have continued on their journey. അവര് മാറായിലേക്ക് വരുവാനിടയായി. They have reached Mara. മാറായിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ അവരുടെ മുമ്പിൽ അവരൊരു ഉറവ കാണുവാനിടയായി. And in front of Mara they have seen സ്ട്രീം അന്നോ a spring stream kind of a thing. ഓക്കെ, സ്ട്രീം അത് കുഴപ്പമില്ല. അവര് മീൻസ് സ്പ്രിങ്സ് ഓക്കെ. അവര് അവരെ ഉറവ കാണുവാനിടയായി. They saw a spring that was coming. മാറായിൽ എത്ര ഉറവ ഉണ്ടായിരുന്നെന്ന് പറയാമോ? Can you tell me how many springs were there in Mara? മാറായിൽ എത്ര ഉറവ ഉണ്ടായിരുന്നു? How many springs were there in Mara? എത്ര ഉണ്ടായിരുന്നു? ഒറ്റ ഉറവേ ഉള്ളൂ. There's only one. അവിടെ മാറായിലെത്തിയപ്പോൾ 3 ദിവസമായി ഇവരുടെ ജീവിതത്തിൽ വെള്ളമില്ലാതെ ഭാരപ്പെട്ട അവിടെ വന്നേ. Now that they are there, they have journeyed for 3 days without water. 3 ദിവസം അവർക്ക് വെള്ളമില്ലായിരുന്നു. For 3 days they haven't had water at all. ഒരു ദിവസം വെള്ളമില്ലെങ്കിൽ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ സഹിച്ചു പോവാം. When you don't have water for one day, you can still get by. എവിടെ? മരുഭൂമിയിൽ. In the desert. എന്നാൽ മരുഭൂമിയിൽ രണ്ടാമത്തെ ദിവസം കൂടെ വെള്ളമില്ലാതെ വന്നാൽ എങ്ങനെയിരിക്കും? So how would it be if the second day also goes without water? അതല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. That is quite challenging. എന്നാൽ മരുഭൂമിയിലെ യാത്രയിൽ മൂന്നാമത്തെ ദിവസം കൂടി വെള്ളമില്ലാതെ വന്നാൽ എങ്ങനെയിരിക്കും? So what happens if another day, the third day is added to it? ഒരു വിധത്തിലും മുന്നോട്ട് പോകാൻ ഒക്കത്തില്ല. It is impossible to survive without അപ്പോൾ it. ഒന്നാം ദിവസം അവരുടെ ജീവിതത്തിൽ ഭാരമാണ്. So first day they have experienced some മാറായിൽ വെച്ച് inconvenience. രണ്ടാമത്തെ ദിവസം കഷ്ടതയാണ്. The second day is quite challenging. മൂന്നാമത്തെ ദിവസം സകല വഴികളും അവർക്ക് അടഞ്ഞിരിക്കുക. And on the third day all the paths are closed. ഇനി മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. And they cannot proceed forward. അവിടെ വെച്ചാണ് അവർ ഒരു സ്പ്രിംഗ് അവരുടെ മുമ്പിൽ And കാണാനിടയായത്. at that point in time they saw a spring. ആ വെള്ളം കുടിക്കാൻ ചെന്നപ്പോഴാണ് അത് കയ്പുള്ളതാ. At that point in time they were trying to drink it and it was ആ bitter. കയ്പിന്റെ മുൻപിൽ നിന്ന് അവർ നിലവിളിക്കാൻ തുടങ്ങി. And in front of that bitterness they cried out to God. ദൈവമക്കളോട് അവിടെ ഒരു വിഷയം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. I would like to highlight one particular thing in that തുറന്നവർ area. ഒറ്റ ഉറവയാ. Just one spring was available. അതിന്റെ മുമ്പിലാണ് കയ്പുള്ളതും. And in front of that is the അവർക്ക് bitterness. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. They have no idea what to do. പക്ഷേ ഒരു കാര്യം ഉറപ്പുണ്ട്. But there is one thing that they're sure of. ഒരു വൃക്ഷം ദൈവം കരുതിയിട്ടുണ്ട്. God has considered a tree. ദൈവം അവർക്ക് വേണ്ടി ഒരു വൃക്ഷം കരുതിയിട്ടുണ്ട്. God has considered a tree ഇത് for them. മുറിയാൻ തയ്യാറായിട്ടുള്ള വൃക്ഷം തന്നെയാണ്. And this tree is ready to be taken ഇത് down. മുറിഞ്ഞാൽ ഒരൊറ്റ ഉറവ അതിനെ കയ്പിക്കുന്നത് ഇന്ന് പകൽക്കാലം മധുരമാക്കാൻ ദൈവത്തിന് And കഴിയും. just with cutting down of that one tree and putting it into the water can turn sweet. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിലിരുന്ന പുത്രനെ താഴെ ലോകത്തിലേക്ക് വന്നു. From today, 2000 years back, there was the Son of God who came to the face of the എന്റെയും earth. മുമ്പ് നിങ്ങളുടെയും മുമ്പിൽ ഇരുന്ന ചില ഉറവകൾ കയ്പായിരുന്നു. There was some springs in front of us which were നമ്മുടെ bitter. മുൻപിലുള്ള ചില ഉറവകൾ കയ്പായിരുന്നു. There were some springs in front of us which were എന്നാൽ bitter. അത് കാൽവറിയിൽ മുറിയപ്പെടാനിടയായി. But with the cross, they are ആ all shattered. കൊമ്പുകൾ മുറിഞ്ഞപ്പോൾ And with that being cut off, നമ്മുടെ ജീവിതത്തിൽ ഒരു മധുരമായി മാറാനിടയായി. the sweetness spread into അത് it. വിശ്വസിക്കുന്നവർ എത്ര പേരുന്ന് പകൽക്കാലമുണ്ട്? How many of you can believe this today morning? എന്റെ ജീവിതത്തെ മധുരമാക്കാൻ എന്റെ കർത്താവ് കാൽവറിയിൽ There are തറയ്ക്കപ്പെട്ടു. sweetness that can come into my life by God's അതാണ് grace. തിരുവത്താഴത്തിൽ നമ്മൾ കാണാൻ പോകുന്നത്. And that is what we see in the Lord's table. ഇന്നേക്ക് 2015-25 വർഷങ്ങൾക്ക് മുമ്പ് From 2000 years from now, എന്റെ കർത്താവ് കാൽവറിയിൽ മരിച്ചതിനാൽ when Jesus died on the cross, എന്നെ അവൻ മധുരമുള്ളവനാക്കി മാറ്റി. He turned me into a sweet person. ഒരു ഉറവയാന്നുള്ളായിരുന്നെങ്കിൽ There was only one spring then. ഇന്ന് ദൈവത്തിന്റെ മുമ്പിൽ ഒരു ഉറവയല്ല. But today before God there is not just ഇന്ന് one ദൈവത്തിന്റെ spring. മുമ്പിൽ 12 നീരുറവ നിനക്കുണ്ട്. And today before God there are 12 ദൈവം നിന്നെ springs. ഇവിടെ കൊണ്ടെത്തിച്ചെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ എത്ര പേരുണ്ട്? How many of you believe that God has brought എന്നെ you to this എലിയമിൽ year? എന്റെ ദൈവം എത്തിച്ചെങ്കിൽ
എലീമിൽ എന്റെ ദൈവം എത്തിച്ചെങ്കിൽ If God can bring to Elim, മാറായിൽ എനിക്ക് ഒറ്റ സ്പ്രിങ്ങേ ഉള്ളായിരുന്നു. and in Mara there was just one spring. എന്നാൽ എലീമിൽ എന്റെ ദൈവം എനിക്ക് കരുതിയത് 12 ഉറവയാണ്. And however in Elim the God has considered ഒരു 12 springs ഉറവയ്ക്കകത്ത് for ദൈവം us. വിടുതൽ തന്നെങ്കിൽ In one place God has ഈ given us 12 deliverance. ഉറവയ്ക്കകത്ത് ഒരു വിഷവും ഏക്കാൻ ദൈവം അനുവദിക്കത്തില്ല. But in these 12 springs there is nothing that വിശ്വസിക്കുന്ന God has allowed ദൈവമക്കൾ ഇന്ന് to പകൽക്കാലം എത്ര contaminate പേരുണ്ട്? it. How many of you believe ഇന്ന് this പകൽക്കാലം today? ഒന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ എത്ര പേരുണ്ട്? How many of you believe this today morning? ഒരെണ്ണത്തിൽ ദൈവം വിടുതൽ തന്നിട്ടുണ്ടെങ്കിൽ, If God has delivered us from one ഒരെണ്ണത്തിൽ spring, ദൈവം വിടുതൽ തന്നിട്ടുണ്ടെങ്കിൽ, if God has delivered us ഈ from one spring, 12 എണ്ണത്തിലും എന്റെ ദൈവം വിടുതൽ തരുന്ന ദൈവം തന്നെയാണ്. God can deliver us from these 12 ones. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്ന ദൈവം ഇതല്ലേ? Today morning people who ഹലോ are praying, സഹോദരന്മാരെ ഫീഡ്ബാക്ക് കേൾക്കുന്നില്ല. കേൾക്കുന്നുണ്ടോ? അത് ശ്രദ്ധിച്ചോണേ. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ഒന്ന് ശ്രദ്ധിച്ചോണേ, നിങ്ങൾ ഇങ്ങോട്ടൂടെ. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ഓരോ ഉറവയ്ക്കകത്ത് ദൈവം വിടുതൽ തന്നിട്ടുണ്ടെങ്കിൽ, if God has given us a deliverance from one spring, 12 നീരുറവയിലും വിടുതൽ തരാൻ ദൈവം He is ശക്തനാണ്. capable of giving us deliverance നിന്റെ from 12 സകല springs. വിഷയങ്ങൾക്കും പരിഹാരം തരാൻ ദൈവം സർവശക്തനാണ്. God can solve every single problem in your ഒരെണ്ണത്തിൽ life. ദൈവം വഴി തുറന്നിട്ടുണ്ടെങ്കിൽ, If God has opened one way for you, എല്ലാത്തിലും വഴി തുറക്കുന്നു വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? He is capable of opening many ways in അവൻ front of നിന്റെ you. ആത്മീക വിഷയങ്ങൾക്ക് മാത്രമല്ല, And it's not just in spiritual നിന്റെ life. ഭൗതിക വിഷയങ്ങൾക്ക് അവൻ മതിയായ ദൈവമാണ്. He is more than enough to satisfy you അവൻ in your നിന്നെ personal സ്പിരിച്വലായി life. മാത്രം ഡെലിവറൻസ് തരുന്ന ദൈവമല്ല, He is not just someone who delivers you in a നിന്റെ spiritual life, സകലത്തിലും വിടുതൽ തരുന്ന ദൈവമാണ്. but He is a God who gives you ഇന്ന് deliverance in പകൽക്കാലം നീ everything. വെറുതെ മടങ്ങാൻ ദൈവം അനുവദിക്കത്തില്ല. God will not let you return empty-handed ഇന്ന് today. പകൽക്കാലം നിന്റെ വയറ് നിറയുവോളം And today morning, until your stomach is എന്റെ full, ദൈവം നിനക്ക് വിടുതൽ തരാൻ സർവശക്തനായ God is going to ദൈവമാണ്. grant you deliverance. ഒരു ഉറവയ്ക്കകത്ത് നിൽക്കുന്നതല്ല ദൈവത്തിന്റെ വിടുതൽ. God's deliverance does not contain in just 12 one നീരുറവ spring, ദൈവം തുറന്നു. but He opened 12 springs for അത് you. മാത്രമല്ല 70 ഈത്തപ്പനയും ദൈവം കൊടുക്കുവാനിടയായി. And not only that, He has also given them 70 date palms. 70 palm trees ദൈവം അവർക്ക് വേണ്ടി കൊടുക്കാനിടയായി. He has also given them 70 palm trees. ഒരു ഉറവ മാത്രമേ മാറായിൽ കിട്ടിയുള്ളെങ്കിൽ, There was only one spring in Mara. ഒരു മരം മുറിഞ്ഞു കഴിഞ്ഞപ്പോൾ With one tree being cut down, മുന്നോട്ട് ദൈവം യാത്ര ചെയ്യിച്ചു. God asked them to go ആ forward. യാത്ര പരാജയത്തിന്റെ യാത്രയല്ല. And that travel is not one of ആ failure. യാത്ര പരാജയപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. God did not allow that to be a failure. യേശു നിനക്ക് വേണ്ടി മരിച്ചതിന് ശേഷം, After God had died for you, യേശു ക്രിസ്തു കാൽവറിയിൽ മരിച്ചതിന് ശേഷം, after Jesus died on the cross for നിന്റെ you, മുന്നോട്ടുള്ള യാത്ര പരാജയത്തിന്റെ യാത്രയല്ല, the travel forward is not one of അത് failure, ജയത്തിന്റെ യാത്രയാ. but it's one of victory. നിന്റെ മുന്നിൽ ജയത്തിന്റെ യാത്രയുണ്ടെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? How many of you believe that the എന്റെ journey ahead is one യേശു of victory? മരിച്ചതിനാൽ, Because Christ died for എന്റെ me. യേശു മരിച്ചതിനാൽ Because Jesus died for me. എനിക്കൊരു ഉറപ്പുണ്ട്, എന്റെ യാത്ര പരാജയപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. I am sure of one thing, that He will not let me fail in my journey. ഇന്ന് പകൽക്കാലം നിന്റെ മുമ്പിൽ 12 നീരുറവയുണ്ട്, 70 ഈത്തപ്പനയും ദൈവം കരുതിയിട്ടുണ്ട്. Today before you there are 12 springs and 70 palm trees. മാറായ മധുരമാക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് മറക്കരുത് കേട്ടോ. Do not forget that He is the God who makes Mara sweet. ഇന്ന് പകൽക്കാലം ഈ ഉറവയുടെ നന്മ വേണ്ടവർ എത്ര പേര് ദൈവത്തോട് പ്രാർത്ഥിക്കാനിടയാവും? How many of you desire the എനിക്കത് benefits of the വേണമെന്ന് spring? വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? How many of you desire നീ this for you? പ്രാർത്ഥിച്ച ഒരു വിഷയത്തിന് വിടുതൽ ദൈവം കഴിഞ്ഞ നാളുകൾ തന്നിട്ടുണ്ടെങ്കിൽ, If God has rescued you from one issue ഇന്ന് in your പകൽക്കാലം life, വേറെ ചില വിഷയങ്ങൾ ദൈവത്തിന്റെ വിടുതലിന്റെ വഴികൾ തുറക്കാൻ പോകുകയാണ്. He is going to open ways for you in many other വിശ്വസിക്കുന്ന problems. ദൈവമക്കൾ ദൈവത്തോട് സ്തുതിച്ചുകൊണ്ടിരുന്നാട്ടെ. People who believe this, please praise വിശ്വസിക്കുന്നവർ God. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. If you believe this, please praise ഇന്നലെ God and വിടുവിച്ച stay. ദൈവം ഇന്ന് വിടുവിക്കാൻ പോവാ ചില വിഷയങ്ങളുടെ അകത്ത്. God who has delivered you yesterday can save ആത്മാവിന്റെ you today ശക്തിയുടെ too. വ്യാപാരം ഇവിടെ വെളിപ്പെടാൻ പോകുകയാണ്. God's anointing is among our ദൈവം midst. ചിലരെ വിടുവിക്കുന്ന കാഴ്ച ഞാൻ ആത്മാവിൽ കാണുകയാണ്. I see with my spiritual eyes many people being ഇന്നലെ delivered. വിടുവിച്ച ഒരു ദൈവം ഇന്നുണ്ടെന്ന് വിശ്വസിക്കുന്നവർ എത്ര If പേരുണ്ട്? God has delivered you in the past, He's going to do നിന്റെ that ചില today. വിഷയങ്ങൾ ഒന്നിലധികമുള്ള വിഷയങ്ങളെ ദൈവം തൊടാൻ പോകുകയാണ്. More than one issue, He's going to deal with it ആത്മാവിന്റെ today. ശക്തിയാൽ ചില ഉറവകൾ തുറക്കട്ടെ. By the power of the Holy Spirit, there are many യേശു springs നിനക്ക് that's വേണ്ടി going to be കാൽവറിയിൽ open. മരിച്ചു. Jesus died for you on the cross. അവന്റെ കാൽവറി രക്തത്താൽ നിനക്ക് വിടുതലുണ്ട്. By His opened wounds, you have been അവനാൽ saved. നിനക്കൊരു സൗഖ്യമുണ്ട്. By His grace, you will have full അവനാൽ നിന്റെ deliverance. തലമുറയ്ക്ക് ഒരു വിടുതലുണ്ട്. By His grace, you will have your അഭിഷേകത്തിന്റെ children നിറവ് being പ്രാപിച്ച touched. ദൈവമക്കൾ ചേർന്ന് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നതാണ്. People who are being anointed by ഈ God and worship പതിനെട്ടിലെ Him. ജീവിതങ്ങൾ വിടുതൽ പ്രാപിക്കാൻ പോകുകയാണ്. Today morning, you're going to experience deliverance from നിന്റെ Him. ഒരു വിഷയത്തിന് മാത്രമല്ല, Not just one problem in your സകല life, വിഷയങ്ങൾക്കും അവൻ മതിയായവനാ. but all the problems of your life, He's enough. 12 നീരുറവ നിനക്കായിട്ടുണ്ട്. He has opened 12 70 springs for ഈത്തപ്പന you. നിനക്കായിട്ടുണ്ട്. 70 palm trees for you. ഇതുകൊണ്ടും ദൈവത്തിന്റെ വിടുതൽ നിൽക്കത്തില്ല. And God is not going to stop there. Praise the Lord. ദൈവമക്കളെ, ഇതുകൊണ്ടും ദൈവത്തിന്റെ വിടുതൽ നിൽക്കുന്നതല്ല. He does not stop right there with deliverance. അവിടെ നിന്ന് മുന്നോട്ട് യാത്ര ചെയ്തപ്പോൾ അടുത്തത് അവരുടെ പ്രശ്നം
ഭക്ഷണമില്ലായ്കയല്ല, അവരുടെ പഴയകാല ഭക്ഷണം മനസ്സിൻ്റെ അകത്ത് ഇങ്ങനെ ഇരിക്കുക. So when they journey forward, they are not experiencing a lack of food, but they would like to go by what they used to eat before. ഈജിപ്തിൽ നിന്നും അവർ വിടുതല പ്രാപിച്ചെങ്കിലും ഈജിപ്തിലെ ഭക്ഷണം അകത്ത് കിടക്കുകയാണ്. Even if they were delivered from Egypt, the food from the Egypt is still in their heart. അവർ നിലവിളിക്കുന്നതും പിറുപിറുക്കുന്നതും മർമർ ചെയ്യുന്നതും എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ അവർ പറയുക, ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ കിട്ടിക്കൊണ്ടിരുന്ന ഇറച്ചി അത് തീർന്നുപോയി. So if you ask them why are they murmuring, they would tell you that the meat that we used to get in Egypt, we don't get this anymore. ഞങ്ങൾക്ക് ലോകത്തിൽ വെച്ചുണ്ടായിരുന്ന ഇറച്ചിക്കലങ്ങൾ അഥവാ ഇറച്ചി തീർന്നുപോയി. The meat that I used to get from this worldly living, it is over. ഇതുവരെ നീ അനുഭവിച്ച നന്മ ഏത് നന്മയായിരുന്നു? Up until now, what kind of blessing have you experienced? ഭൂമിയിൽ നിന്നുള്ള ഉറവയല്ല. It's not a spring from the earth. ഉയരത്തിലെ കൊമ്പ് വെട്ടിയിട്ടപ്പോൾ ശുദ്ധീകരിക്കപ്പെട്ട ദൈവത്തിന്റെ കരുതൽ ഭൂമിയിൽ നിന്ന് ദൈവം പുറത്തു കൊണ്ടുവന്നു. The tree that came from heaven has sweetened, and you have experienced that deliverance there. നിനക്ക് വേണ്ടി 70 ഈത്തപ്പന ദൈവം കരുതി. He had considered 70 palm trees for you. ഇപ്പോഴും നീ നിലവിളിക്കുന്നതും നീ പിറുപിറുക്കുന്നതും ലോകത്തിലെ ചില തീർന്നുപോയ ഇറച്ചി ഓർത്താണെങ്കിൽ മടങ്ങുക, ദൈവത്തിന്റെ നന്മ ഇന്ന് പകൽക്കാലം നിനക്ക് പ്രാപിക്കാം. In spite of the spiritual provisions for you, if today you are still craving the meat from the earth, you have to return back to your original desires. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ചിലരോട് പറയുകയാ, Today morning God is speaking to some of you. ദൈവത്തിന്റെ വഴി നീ പലപ്പോഴും കണ്ടതാ. You have seen God's way in many ways. ദൈവത്തിന്റെ നന്മ നീ പലപ്പോഴും അനുഭവിച്ചതാ. You have often experienced God's blessing in many എന്നാൽ ways. ഇന്ന് പകൽക്കാലം നീ ഇറച്ചിക്കലത്തെ ഓർത്ത് നിലവിളിക്കാതെ പറ, എൻ്റെ ദൈവം ഈ മരുഭൂമിയിൽ എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും. Now today morning, do not desire for that flesh from the earth, but you have to say to yourself that my God is more than enough to give me a miracle. എൻ്റെ കുടുംബത്തിൽ ഞാൻ ദൈവത്തിന്റെ നന്മ കണ്ടവനാ. I have seen that miracle in my family. എൻ്റെ ഭവനത്തിൽ ഞാൻ ദൈവത്തിന്റെ വിടുതൽ നേരിട്ട് അനുഭവിച്ചവളാ. I've experienced that miracle in my house. ഇവിടെ ഭൂമിയിലെ ചിലത് തുറന്നു തീർന്നു പോയാലും സ്വർഗത്തിലെ ദൈവം എനിക്ക് വേണ്ടി ചിലത് തുറക്കാനിടയാകും. Even if things from this earth is over, God will open from heaven for me. ഒന്നാമത് ഇവിടെ ഞാൻ പറയാൻ താല്പര്യപ്പെടുന്ന വിഷയം നിങ്ങളോട് പറയാം. ഭൂമിയിലുള്ളത് തീർന്നു പോയാലും ഉയരത്തിൽ നിന്ന് വഴി തുറക്കാൻ കഴിവുള്ളവനാണ് യഹോവ. So let me reiterate this, that even if the earth's resources have been dried up, from heaven he will always provide for me. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഒരു ആമേൻ പറയാമോ? How many of you can believe this and say amen? സഹോദരന്മാർ വിശ്വസിക്കുന്നവർക്ക് ഒരു ആമേൻ പറയാമോ? Brothers, can you say amen? ഭൂമിയിലെ വഴി തീർന്നു പോയാലും ഉയരത്തിലെ വഴി തുറക്കാൻ കഴിവുള്ളവനാണ് എൻ്റെ ദൈവം. Even if the ways on earth is over, God can open ways from heaven. മാറായിലും എലീമിലും യഹോവയുടെ വഴികൾ കണ്ടവരാണ് ഇസ്രായേൽ മക്കൾ. Israel has seen God's handiwork in Mara and Elim. ഇപ്പോൾ അവർ നിലവിളിക്കുന്നത് പണ്ട് കഴിച്ച തൃപ്തി തന്ന ഭക്ഷണത്തെ ഓർത്താണ്. Now they're crying out for food that they used to get in the past. മോശയോട് ദൈവം പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? Do you know what is the reply that God gave to Moses? 16-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. Chapter 16 verse 4, we can see this. അപ്പോൾ യഹോവ മോശയോട്, ഞാൻ നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് അപ്പം വർഷിപ്പിക്കും. I will bring bread for you from heaven. Then the Lord said to Moses, behold, I am about to rain നാം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് bread from heaven for you. Praise the Lord. ഞാൻ ആകാശത്ത് നിന്ന് അപ്പം നിനക്ക് വേണ്ടി പെയ്യിക്കും. God will rain down bread for you from heaven. ലോകത്തിലെ അപ്പത്തിന്റെ വഴി അടഞ്ഞാലും, even though the bread from the earth is over, ഉയരത്തിലെ അപ്പത്തിന്റെ മഴ പെയ്യുമെന്ന് വിശ്വസിക്കുന്നവർക്ക്, ഹലോ എത്ര പേര് ഞാൻ പറഞ്ഞ മനസ്സിലായവരുണ്ട്? ഇന്ന് പകൽക്കാലം അത് അനുഭവിച്ചിട്ടുള്ളവർ ആരെങ്കിലും ഇവിടെ ഉണ്ടോ ദൈവങ്ങളെ? അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് നന്ദിയോടെ ഒരു സ്തോത്രം പറയാം. നമ്മുടെ കഴിവല്ല, ലോകത്തിലെ ചില ഇറച്ചിയുടെ ഉറവ് തീർന്നാലും അപ്പത്തിന്റെ ഉറവ് തീർന്നാലും ഉയരത്തിലെ ഉറവ തുറക്കാൻ കഴിവുള്ള ഒരു ദൈവം ഇന്ന് പകലിൽ ഇവിടെയുണ്ട്. Even though it is not by your own strength and the resources of earth, the flesh from the earth or the meat from the earth is over, God is more than capable of opening food for you from above. ഇത് നിന്റെ കഴിവല്ല, ദൈവത്തിന്റെ കൃപയാ. This is not by your strength but by the grace of ഇവരെ God. സംബന്ധിച്ചിടത്തോളം ഇവർ പിറുപിറുത്തവരാ.
According to them, there are people who have murmured against God. അവർ നിലവിളിച്ചവരാ. There are people who cried out to God. പിറുപിറുത്തവരും നിലവിളിച്ചവരുമാ. There are people who cried and who murmured against God. എന്നാൽ സ്വർഗ്ഗത്തിലെ ദൈവം പറഞ്ഞു, നിന്റെ കഴിവോ നിന്റെ നിലവിളിയോ നിന്റെ മർമറിങ്ങോ അല്ല എൻ്റെ വിഷയം. ഞാൻ വിളിച്ചിറക്കിയ ദൈവം വിശ്വസ്തനായ ദൈവം. It is not your murmuring or your crying that is more concerning to me. It is because I have called you out, and therefore you have to understand that I am faithful. ഞാൻ നിനക്ക് വേണ്ടി തുറക്കാൻ പോകുന്ന വഴി, ആ കരുതലിന്റെ വഴി ലോകത്തിലെ ആരും ഇതുവരെ കണ്ടിട്ടില്ല. The way that I am opening for you, nobody has ever seen this in the past. ഞാൻ നിനക്ക് വേണ്ടി തുറക്കാൻ പോകുന്ന വഴി ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല എന്നല്ല, അതിൻ്റെ രൂപം, അതിൻ്റെ ഷേപ്പ് എന്താന്ന് ലോകത്തിലെ ആർക്കും ഇതുവരെ അറിയത്തുമില്ല. Not just that people haven't seen the way, they have no idea of the way, the shape or the form of the way that God has opened up for you. ഇന്നുവരെ ആർക്കും അതിന്റെ രുചി അറിയത്തില്ല. As of today, nobody has ever tasted that. ഇന്നുവരെ ആരും അത് അനുഭവിച്ചിട്ടില്ല. Nobody has experienced that today. എന്നാൽ വിളിച്ചിറക്കിയ ദൈവം പറയുക, ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ലാത്തത്, ലോകത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തത്, ലോകത്തിൽ ആരും രുചിച്ചിട്ടില്ലാത്തത് നിനക്ക് വേണ്ടി ഞാൻ ഉയരത്തിൽ നിന്ന് വിടാൻ പോകുകയാ. Something that nobody has seen, nobody has experienced, nobody has tasted. He's going to open that for you today. People who want to pray, please continue praying. People who know how to pray, please continue praying. How many of you believe that people who have never tasted that, you are going to experience it? People who are sitting here, clap your hands and worship God. Well, let's 12 springs open up for you. Let there be 70 palm trees for you. Let the ways that has never been opened for you before be opened today. Let me remind you one thing today. The things that your friends haven't experienced. The things that your family hasn't experienced. The Pentecostal haven't seen yet. Things that pastors have not known yet. Things that your person who's sitting next to you has seen. Today God is more than capable of doing it for you. People who believe this, I thank God for you. Today God is speaking to some of you. He is going to open certain ways for you. He is going to open certain ways for you. He has the plannings for that. Nobody knows the shape of it. Nobody has tasted it. Nobody knows where it came from. It has come from above. It has come from above, surely. Hallelujah. Hallelujah. I thank God for this. People who pray. ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി തുറക്കുന്ന വഴി ഭൂമിയിൽ നിന്നുമല്ല, ഉയരത്തിൽ നിന്നുമാണ്. The way that God is about to open for you is not from one of the earth but from heaven. അപ്പോൾ ഒന്നാമത് ഞാൻ പറഞ്ഞത്, ഭൂമിയിലുള്ളത് തീർന്നു പോയാലും ഉയരത്തിൽ നിന്ന് വഴി തുറക്കാൻ എൻ്റെ ദൈവം ശക്തനാണ്. So let me remind you of the first point. Even if the resources of earth is done for, God is more than capable of opening a way for you from heaven. ആ വചനം വിശ്വസിച്ച് ഏറ്റെടുത്തവർ മാത്രം ദൈവത്തെ ഒന്ന് സ്തുതിച്ചു തുടങ്ങിയാണ്. People who believe that alone say hallelujah. നിങ്ങൾ വേല കേവലം എന്നെ കേട്ടോണ്ടിരുന്നിട്ട് യാതൊരു കാര്യമില്ല, ദൈവം പറയുന്നതാണെന്ന് വിശ്വാസമുള്ളവർ പറഞ്ഞാട്ടെ. There is no point in just listening to me, but if you ഒരു മരുന്നിനും വിടുവിക്കാൻ കഴിയാത്തടത്ത് ദൈവത്തിന് വിടുവിക്കാൻ പറ്റും. Medicine might not be able to heal you, but God can. നിന്റെ ഭവനത്തിനകത്ത് ഒരു സൗഖ്യം വേണമെന്ന് ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? How many of you desire for this deliverance in your family? ഇവിടെ നിന്ന് പ്രാപിക്കുന്നതിന്റെ കുടുംബത്തിലും പ്രാപിക്കാം. You can definitely receive the deliverance you're receiving here at your home. When you're praying here, the deliverance can happen at home. When you cry out here, there will be a deliverance at home. How many of you believe the same? How many of you believe this? പാരമ്പര്യ വിശ്വാസമില്ലാതെ ദൈവത്തെ കൈയടിച്ചൊന്ന് സ്തുതിക്കാൻ താല്പര്യമുള്ളവരെ ആ രണ്ട് കരങ്ങൾ ഒന്ന് തട്ടി ദൈവത്തെ സ്തുതിച്ച്. ഇവിടെ ദൈവം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇവിടെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, when we pray here, ഇവിടെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, when we continue praying here, ഇവിടെ നിന്റെ വയറ് നിറയുമ്പോൾ, here when your stomach is being filled, വീട്ടിലിരിക്കുന്നവർക്ക് ഒരു വിടുതലുണ്ട്. people who are at your home is being delivered. വീട്ടിന്റെ അകത്ത് ദൈവത്തിന്റെ വിടുതലുണ്ട്. There's going to be a deliverance for people at your home.
From heaven, the ഇവിടെ deliverance is going to come. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ When you pray here, നിനക്ക് വേണ്ടി ദൈവം ഉയരത്തിൽ നിന്ന് ചിലത് അയക്കും. God is going to deliver you from the അത് heavens. ജോലിയുടെ മേഖലയിലാവട്ടെ, It might be in terms of your അത് job. നിന്റെ ഭവനത്തിലാവട്ടെ, It might be in your home. അത് രോഗസൗഖ്യമാവട്ടെ. It might be deliverance for your ഇപ്പോൾ അത് healing. സംഭവിക്കട്ടെ. Let it happen right now. ദൈവജനം ഒരുമിച്ച് ആരാധിക്കുമ്പോൾ, Children of God, worship together. ദൈവജനം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, When you pray together, ചില കുടുംബങ്ങളിൽ ചില അത്ഭുതം സംഭവിക്കട്ടെ. some families are going to experience ഇതുവരെ deliverance. രുചിച്ചിട്ടില്ലാത്ത Till now, whatever you haven't Tabor experienced. Gospel Assembly, Tabor Gospel Assembly. Tabor Gospel Assembly, Tabor Gospel Assembly. ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്തത്, Things that you haven't known up until ഇതുവരെ now. രുചിച്ചിട്ടില്ലാത്തത്, Things that you haven't tasted ഇന്ന് till now. പകൽക്കാലം നീ ദൈവാത്മാവിൽ രുചിക്ക. You're going to experience that today ഇന്ന് morning. പകൽക്കാലം നീ രുചിക്ക. You can experience that today ദൈവം morning. നിനക്ക് വേണ്ടി ചിലത് കരുതിയിട്ടുണ്ട്. God has considered those things for അത് you. ഭൂമിയിലേതല്ല, അത് ഉയരത്തിൽ നിന്നുമാണ്. It's not from the earth, but it is from heaven. രണ്ടാമത്തെ കാര്യം കൂടി വേഗത്തിൽ ഞാൻ പറഞ്ഞു നിർത്താം. Let me quickly go through the second thing. 16-ന്റെ 7-8 വാക്യങ്ങൾ വായിച്ചാൽ അത് നമുക്ക് കാണാൻ പറ്റും. When we go to chapter 16, verse 17 and 18. യഹോവയുടെ കരുതൽ വൈകുന്നേരങ്ങളിലുമുണ്ട്, പ്രഭാതത്തിലുമുണ്ട്. God's concern is not just in the night, but also in the morning. God's provisions or Provisions. providence. Okay. ദൈവത്തിന്റെ കരുതൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ കരുതൽ എപ്പോഴൊക്കെയാണ് ഇവിടെ കാണുന്നതെന്ന് അറിയാമോ? നിങ്ങൾക്ക് വാക്യം അറിയാവുന്നതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. ഏതൊക്കെ സന്ദർഭങ്ങളിലുണ്ട്? വൈകുന്നേരങ്ങളിലുമുണ്ട്, പ്രഭാതങ്ങളിലും ഉണ്ടോ? ഉണ്ടോ? നിങ്ങളിതിനെ പേടിക്കുന്നത് ഉണ്ടോ? സന്ധ്യാസമയത്തിൻ്റെ ഒരു പ്രത്യേകത എന്തോ? പകൽക്കാല അധ്വാനം എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇരിക്കുന്ന ഒരു സമയമല്ലേ ഈ സന്ധ്യാസമയം എന്ന് പറയുന്നത്. What is special about the evening? We have already done our hard work for the day and we're resting. നമുക്ക് പകൽക്കാലം ചിലത് ജീവിതത്തിൽ ഇല്ലാതെ വന്നിരുന്നെങ്കിൽ, സ്വതന്ത്രം മോനെ എനിക്കത് കിട്ടുന്നില്ല ഇവിടെ, എന്തുവാ? Praise the Lord, hallelujah. Praise the Lord. തിരിച്ചു വെച്ചാൽ മതിയോ? തിരിച്ചു വെച്ചാൽ കിട്ടിക്കോളൂ. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ഓക്കെ, അങ്ങോട്ട് കൂട്ടല്ലേ, ഇത് മാത്രമേ കൂട്ടാവേ. ഓക്കെ, താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, ഞാനൊരു കാര്യം പറയാം. ദൈവത്തിൻ്റെ കരുതൽ സന്ധ്യാനേരത്ത് മാത്രമല്ല, ദൈവത്തിൻ്റെ കരുതൽ പ്രഭാതത്തിലുമുണ്ട്. We just don't need God's provisions just for the evening, but we also need it during the mornings. ഈ സന്ധ്യാസമയം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പകലത്തെ അധ്വാനം കഴിഞ്ഞിട്ട് ഇല്ലാത്തതിൻ്റെ ഒരു നിരാശയൊക്കെ പേറി എന്തോ സംഭവിക്കുമെന്ന് അറിയാതെ അവസാനിക്കാൻ തുടങ്ങുന്ന എൻഡാകുന്ന ഒരു സമയമാണ് ഈ സന്ധ്യാസമയം എന്ന് പറയുന്നത്. When you talk about evening, you've already done the hard work for the day and you're wondering about what is not going to happen or the problems that you have, and that you're ending that night. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തോട് പറഞ്ഞു എന്താണെന്നറിയാമോ? വൈകുന്നേരങ്ങളിൽ നീ ഭാരപ്പെട്ട വിഷയങ്ങൾക്ക്, നീ ആഗ്രഹിച്ച വിഷയങ്ങൾക്ക് നിനക്ക് തൃപ്തി വരുത്താൻ ഞാൻ പാളയത്തിൽ ചിലതിനെ അയക്കാനിടയാകും. So what God is saying is that in the evenings, whatever you're discouraged about, whatever you're upset about, He is going to send provisions for you from heaven. അതിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, തേജസ് അതിനു മുമ്പേ, ദൈവത്തിന്റെ തേജസ് അതിനു മുമ്പേ വെളിപ്പെടുമെന്ന് പറയുന്നുണ്ട്. You see from the word of God that God's glory will appear before that. 7-ാം വാക്യത്തിൽ കാണുന്നുണ്ട് ദൈവത്തിന്റെ തേജസ് വെളിപ്പെടുമെന്ന്. In the verse 7 you would see God's glory would appear there. ദൈവത്തിന്റെ തേജസ് വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പിറകാലെ നിന്റെ ഭാരമേറിയ വിഷയത്തിന് ഉയരത്തിൽ നിന്ന് ഒരു മറുപടി ഉണ്ട്. When God's glory has appeared, the problems that you are facing, there is a solution for that that's right behind it. ദൈവത്തിന്റെ ഗ്ലോറി വെളിപ്പെട്ട് കഴിഞ്ഞ് സന്ധ്യാസമയമായപ്പോൾ കാടകൾ പാളയത്തെ മൂടാനിടയായി. quail. So once God's glory had appeared, the quail had came over. ഇന്ന് പകൽക്കാലം ഒരു കാര്യം ഞാൻ പറയാം. നിരാശയോടെയാണ് നീ ഇവിടെ ഇരിക്കുന്നതെങ്കിൽ, എല്ലാം കഴിഞ്ഞെന്ന് ചിന്തിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ഇതുവരെ കാണാത്തതൊന്ന് സ്വർഗത്തിലെ ദൈവം ഉയരത്തിൽ നിനക്ക് കരുതിയിട്ടുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി ദൈവം അയക്കുന്ന പകലാ. So what I want to tell you is, if you've gathered today morning discouraged and down, what you have to understand is today is the day that God is going to send that quail for you. നീ ആരാധനയ്ക്ക് വന്നത് ഒരു ഭാരത്തോടാണെങ്കിൽ, if you have come here discouraged in your heart, നീ പ്രയാസത്തോടാണ് ഇന്ന് പകൽ ഇവിടെ if വന്നിരിക്കുന്നതെങ്കിൽ, you have come here with depression in your heart, ഇതുവരെ നീ രുചിച്ചിട്ടില്ലാത്ത, ഇതുവരെ നീ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ നീ കേട്ടിട്ടില്ലാത്ത ഒന്നിനെ
ഉയരത്തിലെ ദൈവം നിനക്കായി കരുതിയിട്ടുണ്ട്. Something that you haven't seen or tasted or experienced yet, God is going to fulfill that desire from heavens. നീ പറക്കാൻ ഇറങ്ങിയാൽ നിനക്ക് മാത്രമല്ല നിന്റെ തലമുറയ്ക്കും കുടുംബത്തിനും വേണ്ടി എൻ്റെ ദൈവം ചിലത് കരുതിയിട്ടുണ്ട്. അത് ഉയരത്തിലെ കരുതലാണ്. If you have set forward for gathering, God is not just going to help you gather for yourself, but for your family and everybody who you need to. അടുത്തത് പ്രഭാതത്തെ കുറിച്ചാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. Next we see about the morning. പ്രഭാതത്തിലും ദൈവത്തിന്റെ കരുതലുണ്ട്. Even in the morning, God's provisions are there. പ്രഭാതത്തിലെ കരുതൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ രാവിലെ സമയം എഴുന്നേറ്റ് വരുന്നത് ഇന്ന് എന്ത് സംഭവിക്കും, എന്താണ് ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് ഒന്നും അറിയാതെ അനിശ്ചിതത്വത്തിൻ്റെ നടുവിലാണ്. സ്തോത്രം. അനിശ്ചിതത്വത്തിൻ്റെ നടുവിലാണ് എന്തുവാ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാതാണ് പ്രഭാതത്തിൽ നമ്മൾ എഴുന്നേറ്റ് വരുന്നത്. വലിയ പ്രതീക്ഷയോടെ എഴുന്നേൽക്കുക. And when you look into the morning, you're waking up with a lot of worries about what's going to happen and chaos in your mind. ഒരു സുരക്ഷിതത്വ ബോധവും ഇല്ല. ഇന്ന് രാവിലെ ഞാൻ എഴുന്നേൽക്കുക, തമ്പുരാനെ എന്തുവാ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞ് എഴുന്നേൽക്കുന്നിടത്ത് ദൈവം പറയുന്നു, നിനക്ക് വേണ്ടി ഉയരത്തിലെ ഒരു കരുതലുണ്ട്. When you wake up in the morning wondering what is going to happen and you have absolutely no sense of harmony and you think, God, what is going to happen? God is going to say that I have already made provisions for you. അതെവിടാ കിടക്കുന്നതെന്ന് അറിയാമോ? Do you know where it lies? ദൈവത്തിന്റെ നന്മ കിടക്കുന്നത് പ്രഭാതത്തിൽ മഞ്ഞിന്റെ അടിയിലാണ് കിടക്കുന്നത്. So it is going to lay under the fog or the dew in the morning. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. I do not want to go into the details. നീ കണ്ടിട്ടില്ലാത്തതൊന്ന്, something that you haven't seen up until നീ now, അറിഞ്ഞിട്ടില്ലാത്തതൊന്ന്, something that you haven't known up until now, രാത്രിയുടെ യാമത്തിൽ വീണ വെള്ളത്തെ, something that has fallen upon the dew from night, അതിനെ ഐസാക്കി, something that has been preserved in ice. അതിന്റെ അടിയിൽ എൻ്റെ ദൈവത്തിന് കരുതാൻ പറ്റുമെങ്കിൽ Under that, God can preserve it. ഇന്ന് പകൽക്കാലം എൻ്റെ ദൈവം അസാധ്യങ്ങളുടെ ദൈവമല്ല. Today morning, God is not a God of അവൻ impossibilities. സാധ്യതകളുടെ ദൈവമാണ്. He is a God who makes everything possible. അവന് ചിലതിന്റെ അടിയിൽ ഇന്ന് പകൽക്കാലം നിനക്കായി ചിലത് കരുതിയിട്ടുണ്ട്. Under these eyes, He has considered certain things and ഇരുട്ടിന്റെ made മറവിൽ ദൈവം provisions. ചെയ്ത ചില പ്രവർത്തികളായത്. Behind the veil of night, He has considered certain things. അസാധ്യങ്ങളുടെ മധ്യത്തിൽ ദൈവം ചെയ്ത ചില വഴികളായത്. In the midst of impossible, He has made those ways for you. ഇത് മഞ്ഞിന്റെ അടിയിൽ ദൈവം കരുതിയിട്ടുണ്ട്. Under the snow, He has kept these provisions ഈ for you. മഞ്ഞിന്റെ അടിയിൽ നീ ചെല്ലുമ്പോൾ അത് മാറാൻ പോവാ. When you get closer to it, those snow is going to melt നീ away. പല പ്രാവശ്യം നടന്നു പോയ വഴിയാ. You might have traveled through that area പല many times. പ്രാവശ്യം കണ്ട നിന്റെ വീടിന്റെ മുൻവശമാണ്. This might be the front of your house that you have seen many a ഈ times. കോർട്ട്യാർഡ് നിനക്ക് പലപ്പോഴും അറിയാം. This courtyard might be very പക്ഷേ familiar to ഒരു you. കാര്യം നിന്നോട് പറയാം, ഇത് അത്ഭുതങ്ങളുടെ മുറ്റമാക്കി മാറ്റാൻ. But I want to tell you something, but this is the courtyard that is going to be turned ഇത് into ഉയരത്തിലെ something that is അത്ഭുതങ്ങളുടെ miraculous. കോർട്ട്യാർഡാക്കാൻ എൻ്റെ ദൈവത്തിന് It's going കഴിയും. to turn this into a courtyard of നീ miracles. സ്തോത്രം ചെയ്യാതിരിക്കുന്നത് എന്താണെന്നറിയാമോ? Do you know why you're not praising God? നിന്റെ ഉദ്ദേശം ഇതൊരു സാധാരണ ആരാധനയാണ്. To you, this might be an ordinary നീ worship. സാധാരണ പ്രാർത്ഥന പോലെ അവിടെ You വന്നിരിക്കുന്നത്. might have sat here just like an ordinary എന്നാൽ prayer. ആത്മാവ് നിങ്ങളെ ചിലത് കാണിച്ചുകൊണ്ടിരിക്കുക, But Holy Spirit is showing you certain ചിലത് things. വിശ്വസിച്ചുകൊണ്ടിരിക്കുക. You're going to believe in certain things. ഇന്നലകളിൽ ഞാൻ ഭാരത്തോടെ കിടന്ന ചില വിഷയം, There are many things that I've been in pain about yesterday. ഇന്ന് ഞാൻ ചോദ്യത്തോടെ വന്ന ചില വിഷയം, Today I've come here with many അതിനെ questions. മഞ്ഞ് മൂടി ഇവിടെ കിടപ്പുണ്ടെങ്കിലും Now, although it is covered in snow here, അതിന്റെ മേലൊരു സൂര്യൻ ഉദിക്കാൻ പോവാ. there's going to be a sun rising above അതിന്റെ it. മേൽ ഉയരത്തിലെ സൂര്യൻ ഉദിക്കാൻ പോകുകയാ. And once the sun has risen, ആ സൂര്യൻ ഉദിച്ചു കഴിയുമ്പോൾ ഞാൻ ചിലത് കാണാൻ പോകുകയാ. I'm going to see certain things when the ഇത് sun has ഉയരത്തിൽ risen. നിന്നുമുള്ള വിടുതല ഞാൻ കാണാൻ പോകുന്നത്. This is a deliverance that I see from heavens. ഈ വിടുതൽ ഞാൻ കാണാൻ പോകുകയാ. This deliverance I will definitely see. ഇത് എനിക്ക് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് അറിയാം. One thing I know for sure. എന്റെ ജീവിതത്തിൽ വളരെ വ്യക്തമായിട്ട് എനിക്കൊരു കാര്യം അറിയാം. One thing I know for my life. I ഇത് know for എപ്പോഴാണ് sure. പറക്കേണ്ടതെന്ന് അറിയാമോ? Do you know when do you gather these things? 16-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം വായിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാം. Chapter 16, verse 20 and 21, we can വെയിൽ see this. മൂക്കുന്നതിന് മുമ്പ് അത് പറക്കിക്കൊള്ളണം. When the sun grew hot, before the sun grew hot, you should pick them up. When the sun grew hot, it melted. When the sun grew hot, it melted. ഈ സൂര്യൻ ഉദിക്കുമ്പോൾ ഈ ദൈവം ഒരുക്കിയ നന്മ അത് ഉരുകിപ്പോകാനിടയാകും.
When God has created something for you, when the sun comes up, it'll melt away. Do not let that happen. ഞാൻ അതിനെ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വരച്ചു കാട്ടാൻ താല്പര്യപ്പെടുകയാണ്. I'd like to draw this in front of you. തലേദിവസം രാത്രി കിടന്നുറങ്ങിയത് എങ്ങനെയാണെന്നറിയോ? Do you know how I slept last night? എന്തോ കിട്ടുമെന്ന് അറിയാതെ കിടന്നത്. I didn't know what I was going to ഓ get. എന്തോ കിട്ടുമെന്ന് എനിക്ക് അറിയാതെ കിടന്നത്. I didn't know what I was going to get. മനസ്സിന്റെ അകത്തൊരു ഭാരം ഉണ്ടായിരുന്നു. There was a pain in my heart. ഓ ഇറച്ചി നന്മ കിട്ടിയായിരുന്നു നന്നായിരുന്നു. I wish there was a meat. ഇന്നലകളിൽ നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടിയെന്നല്ലായിരുന്നു. I wish what I got, what I lost. ഇതോടുകൂടിയാണ് ഞാൻ രാത്രി കിടന്നുറങ്ങിയത്. This is the thought I had when I slept. എന്നാൽ രാത്രി കിടന്നുറങ്ങുന്നതിന് തൊട്ട് മുമ്പ്, But just before I fell asleep, ഞാൻ കിടന്നുറങ്ങുന്നതിന് മുമ്പ് just before I fell asleep, മോശയുടെ ശബ്ദം കേട്ടു. I heard the voice of Moses. ഇറങ്ങി പറക്കാൻ തയ്യാറായിക്കൂ. Get ready to go and ഇറങ്ങി gather. പറക്കാൻ തയ്യാറായിക്കൂ. Get ready to go and gather. സമയാസമയങ്ങൾ ചില മോശമാരെ ദൈവം ഒരുക്കും. At the right time, God will prepare Moses. ടൈം ടു ടൈം ദൈവം ചില ദൈവദാസന്മാരെ നിന്റെ മുമ്പിൽ അയക്കും. Time to time, He's going to send you certain അവർ men നിന്നോട് of God. ഇറങ്ങി പറക്കാൻ പറയും. They will tell you to go and gather. ആ സമയത്ത് രാത്രി എന്ന് നോക്കാതെ ഇറങ്ങി പറക്കുന്നവന് വയറിന്റെ അകത്ത് നിറയുവോളം ദൈവം തരാനിടയാവും. Without checking out what time it is, if you're ready to gather out, you will fill your ഈ stomach. രാത്രിക്ക് മുമ്പ് ഇത് വേണമെന്ന് ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? How many of you believe that you want it before എനിക്കിത് tonight's വേണമെന്ന് nightfall? ആഗ്രഹമുള്ള ദൈവമക്കൾ എത്ര പേരുണ്ട്? How many of you wish for this today? നേരം ഇരുട്ടുന്നതിന് മുമ്പ് ദൈവം തുറന്ന വഴികളുണ്ട്. There are many ways that God has opened എനിക്ക് before നേരം nightfall. ഇരുട്ടുന്നതിന് മുമ്പ് ദൈവം തുറന്ന വഴികളുണ്ടെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? How many of you believe that God has opened certain എന്റെ pathways before the കർത്താവ് തുറന്ന nightfall? കാടകളെ ഞാൻ ഇന്ന് പിടിക്കാൻ പോവാ. God who has given me quails, I'm നിന്റെ going to catch കയ്യെത്തുന്ന them. ദൂരത്തെ കൊയിലുണ്ട് ദൈവമേ. The quail is right before my ആ hands. നന്മകൾ നിന്റെ അടുത്തുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയാണ്. How many of you believe that it is right in അത് your hand stretch? വൈകുന്നേരത്തെ ചില നന്മകളെ ഞാൻ പിടിക്കാൻ പോവാ. I'm going to catch those blessings by evening. പ്രഭാതത്തിന്റെ അകത്ത് ഞാൻ അനിശ്ചിതത്വത്തോടെ ഒത്തിരി എഴുന്നേറ്റത്. I got up in the morning with a lot of pain. ഒത്തിരി അൺസർട്ടനിറ്റീസ് എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. There was many uncertainties in my പക്ഷെ life. രാവിലെ എഴുന്നേറ്റപ്പോൾ ദൈവം പറഞ്ഞു. However, when I woke up in the morning, ഇന്നലകളിൽ മോശ പറഞ്ഞ വചനം വീണ്ടും ഹൃദയത്തിൽ ഇടപെടാൻ തുടങ്ങി. God said, just like how Moses said before, God started dealing with my heart. ഇന്നലെ രാത്രി മോശ പ്രസംഗിച്ച വചനം ഞാൻ വീണ്ടും കേട്ടു. I heard the voice that Moses spoke about earlier. ഞാൻ ഉയരത്തിൽ നിന്ന് ഒരു മഞ്ഞ് അയക്കാൻ പോവാ. From afar, I'm going to send a snow. എന്റെ തേജസ് ഞാൻ അതിന്റെ കൂടെ തരാൻ പോവാ. I'm going to send my glory ahead as well. എന്റെ തേജസിന്റെ അകത്ത് മറഞ്ഞ ഒരു നന്മയുണ്ട്. Enwrapped within my glory, നീ there is ദൈവത്തെ a blessing. സ്തുതിക്കുന്ന തേജസിന്റെ അകത്താണ് ദൈവത്തിന്റെ You're നന്മയുള്ളത്. praising God, and within that glory, നീ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആ തേജസിന്റെ അകത്താണ് നിനക്ക് വേണ്ടിയുള്ള ഉയരത്തിലെ ദൈവത്തിന്റെ നന്മയുള്ളതെന്ന് വിശ്വസിക്കുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ? wrapped in that glory is the blessing that God has ഇന്ന് provision for you. ആരാധിക്കുമ്പോഴാണ് വിടുതൽ കാണാൻ പറ്റുന്നത്. Today morning, when you worship Him, you will ദൈവത്തെ see deliverance. സ്തുതിക്കുമ്പോഴാണ് വിടുതൽ കാണാൻ പറ്റുന്നത്. When you worship Him, you will see ദൈവത്തെ deliverance. ആരാധിച്ചുകൊണ്ടിരിക്കുന്ന നിനക്കൊരു നന്മ പ്രാപിപ്പാൻ ഇടയാവും. When you worship Him, you will see that ആ രണ്ട് deliverance. കരങ്ങളും ഒക്കെ തട്ടി തുടങ്ങിയാട്ടെ. Both of clap your ആത്മാവിന്റെ hands and ചലനം praise ഇവിടെ God. ഉണ്ടെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? Do you believe this today? ഇന്ന് പകൽക്കാലം ചില ദൈവത്തിന്റെ തേജസ് ഇറങ്ങാൻ പോകുകയാ. Today, God's glory is going to come down. അതിനകത്തൊരു മഞ്ഞ് പെയ്യാൻ പോകുകയാ. There's going to be a snow within ആ it. മഞ്ഞിന്റെ അകത്ത് ഉയരത്തിലെ വഴി തുറക്കാൻ പോകുകയാ. And within that snow is God's അതിന്റെ provision. ഷേപ്പ് ഇന്ന് പകൽക്കാലം കാണാൻ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നവർ എത്ര പേരുണ്ട്? If you pray for it, you can see the shape of അതിന്റെ it. ടേസ്റ്റ് എനിക്കൊന്ന് വേണമെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? How many of you believe that you want to taste it? അത് നിറഞ്ഞേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. I will only leave from അത് here പ്രാപിച്ചേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. I will only experience that എന്റെ and leave. ഉപവാസം വെറുതെയല്ല. My fasting is not എന്റെ in vain. പ്രാർത്ഥന വെറുതെയല്ല. My prayer is not in എന്റെ vain. കണ്ണുനീര് വെറുതെയല്ല. My tears are not in vain. ഇന്ന് ദൈവത്തിന്റെ തേജസ് എനിക്ക് ഇറങ്ങാൻ പോകുകയാ. God's glory is going to step down for me. ചില വിടുതലുകൾ സംഭവിക്കട്ടെ. Certain deliverances are going to happen ഇവിടെ today. ചില വിടുതൽ സംഭവിക്കട്ടെ. Deliverances, let it happen today നിന്റെ right now. ഭവനത്തിൽ ചില വിടുതൽ സംഭവിക്കട്ടെ. Deliverances happen in your home. ആരാധിക്കുന്ന ദൈവമേ, The children of God is worshiping. ആരാധിക്കുന്ന ദൈവമേ, Children of God is ഈ worshiping. തേജസ് നിനക്കായി ഇറങ്ങുമ്പോൾ When the glory of God descends, അതിന്റെ പിറകാലെ ഒരു മഞ്ഞുണ്ട്. behind that is a snow. ആ മഞ്ഞിന്റെ അടിയിൽ ഒരു വിടുതലുണ്ട്. And behind that there is a അത് ഇതുവരെ deliverance. രുചിച്ചതല്ല, അത് ഇതുവരെ ടേസ്റ്റ് ചെയ്തതല്ല. That's not something that you have tasted up until now. അതിന്റെ അടിയിലാ ദൈവത്തിന്റെ നന്മയുള്ളത്. Under that you will see God's blessing. പക്ഷെ അത് പറക്കേണ്ടത് എപ്പോഴാണെന്നറിയാമോ? But do you know when do you have to അത് gather it? പറക്കേണ്ടത് എപ്പോഴാണെന്നറിയാമോ? Do you know when do you have to gather it? വെയിൽ മൂക്കുന്നതിന് മുമ്പ്. Right before the വെയിൽ the മൂക്കുന്നതിന് sun മുമ്പ് becomes അത് hot. പറക്കിക്കോണം. Right before when the sun വെയിൽ becomes hot. മൂക്കുന്നതിന് മുമ്പേ അത് പറക്കിക്കോണം. You should gather it before the sun gets നിന്റെ hot. സമയത്തിന് നീ കാത്തിരുന്നാൽ If you wait according to your own ഈ time, നന്മ നിന്നെ കൈവിട്ടു. this blessing will depart പോമോ? from you. ദൈവം ഒരിക്കൽ വഴിയാന്നേലും പോമോ എന്ന് നിങ്ങളോട് ചോദിച്ചാൽ മനസ്സിലായോ?
I'm asking this question, will it depart from you if you ദൈവം wait? ഒരുക്ക വഴി അന്നേരം നിന്നുമോ, നഷ്ടപ്പെടുമോ? If you wait for it, പോകുമോ? do you think it will go കേട്ടില്ല. away? ദൈവം ഒരുക്ക വഴി തീർന്നുമോ? ദൈവം ഒരുക്ക വഴി തീർന്നുമോ? തേജസ്സിന്റെ അകത്ത് ദൈവം എന്തോ ഒരുക്കി വെച്ചിരിക്കുക, മന്ന ഒരുക്കി വെച്ചിരിക്കുക. വെയിൽ മൂത്ത് കഴിഞ്ഞാൽ ഉരുകിപ്പോയാൽ പിന്നെ കഴിക്കാൻ നോക്കൂ. അപ്പം ദൈവം ഒരുക്കിയ നന്മ പ്രാപിക്കേണ്ട സമയത്ത് പ്രാപിച്ചില്ലെങ്കിൽ, So within the time that God has given you, if you haven't gathered it within the right time, that is going to depart from you. നിന്റെ ജീവിതത്തിനകത്ത് ദൈവം ഒരുക്കിയ നന്മ പല പ്രാവശ്യം നിന്റെ മുമ്പിൽ വന്നതാ. God has considered certain blessings for you before you, and many a times it was there. ആ സമയത്ത് നീ അത് ഏറ്റെടുക്കാതെ സമയം തള്ളി നീക്കിയത് കൊണ്ട് ഇതുവരെ നിനക്കത് പ്രാപിക്കാൻ കഴിഞ്ഞില്ല. And just because you didn't gather it in the right time, it has departed from you. അത് നിന്റെ ജീവിതത്തിൽ ഉരുകിപ്പോയി. And that has already melted away. എന്നാൽ ഇന്ന് പകല് However, today morning, ആരാധനയുടെ നടുവിൽ within this worship, ദൈവതേജസ് ഇറങ്ങുമ്പോൾ when God's glory is coming down, എനിക്ക് വേണ്ടി ഉയരത്തിൽ നിന്ന് ഒരുക്കിയ വഴി the way that God has prepared for me എനിക്കത് from വേണമെന്ന് heaven, ആഗ്രഹമുള്ള ദൈവങ്ങൾ എത്ര പേരുണ്ട്? how many of you desire for that? ആ നന്മ ഞാൻ വിട്ടുകൊടുക്കത്തില്ലെന്ന് പറയാൻ പറ്റുന്നവർ How എത്ര many of you പേരുണ്ട്? can say that I'm not going to let it pass ഇന്ന് പകൽക്കാലം by? അത് വിട്ടുകൊടുക്കത്തില്ലെന്ന് പറയാൻ പറ്റുന്നവർ എത്ര പേരുണ്ട്? How many of you can say that I won't let it pass ദൈവാത്മാവിന്റെ by? ശക്തിയായ ഒരു പ്രവർത്തനം ഇവിടെ ഉണ്ട് കേട്ടോ. There's God's amazing വിശ്വസിക്കുന്നവർക്ക് ഒരു ആമേൻ strength പറയാമോ? being displayed in here. 10 മിനിറ്റ് കൂടെ പോയാലും വേണ്ടിയല്ല, സഹോദരന്മാരെന്റെ കൂടെ ഒന്ന് സഹകരിക്കണേ. Even if it goes 10 minutes ദൈവം ചില more, ഒരു തേജസ് ഇന്ന് പകൽക്കാലം ഇവിടെ വിടാൻ പോവാ. God's glory is going to come down ഇന്ന് here. പകൽക്കാലം നീ അറിഞ്ഞിട്ടില്ലാത്ത ചില തേജസ് ദൈവം വെടിവിക്കുമെന്ന് തരുമെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? How many of you believe that God's glory is going to step ദൈവം down നിങ്ങളുടെ here? ഇടയിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ മാത്രം ഉറക്കെ ഒരു ആമേൻ പറഞ്ഞാട്ടെ. If you believe God's ഒരു glory is among പുതിയത് your midst, ടേസ്റ്റ് say ചെയ്യാൻ amen. ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? How many of you desire to taste something എനിക്കൊന്ന് new? പോകാൻ പതിയെ എന്റെ വയറ് നിറച്ച് എനിക്കൊന്ന് വേണമെന്ന് പറയാൻ പറ്റുന്നവർ എത്ര How many of പേരുണ്ട്? you can say that I want my belly full? ഇന്ന് പകൽക്കാലം നിങ്ങളുടെ വയറ് നിറച്ച് വേണമെന്ന് ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? How many of you desire for a full എനിക്ക് stomach ഒരു today? ഉറവ പോരാ, Just not one spring എനിക്ക് is ഒരു enough. ഉറവ പോരാ, I just don't want one എനിക്ക് spring. കയ്പിന്റെ ഉറവ പോരാ, I just don't want the bitter എനിക്ക് spring. മധുരമുള്ള ഉറവ തന്നെ വേണം. I'd like to have a sweet spring. എനിക്ക് ഒരു ഉറവ പോരാ, Just not one spring. എനിക്ക് 12 നീരുറവ വേണം. I'd like 12 springs. ഈ പട്ടിണിയായിട്ട് ഞാൻ പോകത്തില്ല. I won't leave here എനിക്ക് 70 ഈത്തപ്പന വേണം. I need 70 palm ഞാനിവിടെ trees. നിലവിളിയോടെ മടങ്ങത്തില്ല. I won't leave here with ഞാനിവിടെ crying out. വേദനയോടെ മടങ്ങത്തില്ല. I won't depart from here in pain. എനിക്കറിയാം ഉയരത്തിലെ ദൈവം ഒരു വഴി തുറക്കും. I know for sure that God will open a way for എനിക്കറിയാം me. ഉയരത്തിലെ ദൈവം ഒരു വഴി I തുറക്കും. know for sure that God will open a ഈ way for me. പകൽക്കാലം ഞാനത് കാണാൻ പോകുകയാ. Today I see that with my ഞാനത് eyes. കാണാൻ പോകുകയാണെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? How many of you believe that you're going to അത് see that വേണം, with your വയറ് eyes? നിറച്ച് വേണമെന്ന് ആഗ്രഹമുള്ളവർ എത്ര How many of you പേരുണ്ട്? desire for your ഈ tongue to be ആരാധനയിൽ അത് full? വേണമെന്ന് ആഗ്രഹമുള്ളവർ എഴുന്നേറ്റ് നിന്നാട്ടെ. People who desire the എനിക്കത് stand up. വേണമെന്ന് ആഗ്രഹമുള്ളവർ എഴുന്നേറ്റ് നിൽക്കോ? People who desire the ഇന്ന് stand up, പകൽക്കാലം അത് please. വേണമെന്ന് ആഗ്രഹമുള്ളവർ എഴുന്നേറ്റ് If നിന്നാട്ടെ. you desire this, please നിങ്ങളുടെ stand up. നാവുകളെ ദൈവസന്നിധിയിൽ നിങ്ങൾ തുറന്നാട്ടെ. Open your mouths today. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ കണ്ണുകളെ അടച്ചാട്ടെ. Close your eyes before God's ദൈവം ഇന്ന് presence പകൽക്കാലം today. പറയുന്നു, God says today ഞാൻ morning, ഉയരത്തിലെ വഴി നിനക്കായി തുറക്കാൻ I'm പോകുകയാണ്. going to open ways for you from ഞാൻ heaven. നിനക്കായി വഴികളെ തുറക്കാൻ പോകുകയാണ്. I'm going to open ways for you from ഞാൻ heaven. നിനക്കായി വഴികളെ തുറക്കാൻ പോകുകയാണ്. I'm going to open ways for you ഞാൻ from നിനക്കായി heaven. വഴികളെ തുറക്കാൻ I'm പോകുകയാണ്. going to open ways for you ഇന്ന് from heaven. പകൽക്കാലം ഉയരത്തിലെ വഴി വേണമെന്ന് ആഗ്രഹമുള്ളവർ കരങ്ങളെ തട്ടി How തുടങ്ങിയാണ്. many of you desire for this way from ഉയരത്തിലെ heaven? വഴി വേണമെന്ന് ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? How many of you desire for this way എനിക്ക് from ചിലത് heaven? കാണണമെന്ന് ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? How many of you desire to see നിങ്ങൾ this? പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ When you pray, നിന്റെ വയറ് ദൈവം നിറയ്ക്കും. God is going to fill your നീ stomach. ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ When you worship, നിന്റെ ഭവനത്തിൽ ദൈവം ചിലത് നിറയ്ക്കും. God is going to fill certain things നിന്റെ in your home. തലമുറയ്ക്ക് വേണ്ടി ദൈവം ചിലത് നിറയ്ക്കും. God is going to consider certain things for you, വിശ്വസിക്കുന്നവർ for your കരങ്ങളെ തട്ടി generation. തുടങ്ങിയാട്ട്. If you believe this and start നാവുകളെ clapping തുറന്നു hands, തുടങ്ങിയാട്ട്. open your mouth and praise അന്യഭാഷകളെ God. പ്രാപിച്ചവർ ദൈവത്തെ അന്യഭാഷ tongues. സ്തുതിച്ചാട്ട്. ഉദാരഭാഷാരഘടകതല ഹർദുരാജാനഘടകതല അതനാ ജഗനാ ഹർദാരാജ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ name of വിടുതലുകൾ Jesus. സംഭവിക്കട്ടെ, Let അത്ഭുതങ്ങൾ deliverances happen. സംഭവിക്കട്ടെ. When miracles happen,